അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. മിക്സഡ് ഫ്രൂട്ട് ഫലൂഡയുടെ മാധുര്യം നുണഞ്ഞ കുട്ടിക്കലവറ. കുട്ടിക്കലവറയിൽ മധുരം നിറച്ചിത പഞ്ചാരക്കുട്ടന്മാരുടെ പഞ്ചാര കൈകളിൽ നിന്ന് മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ. No eat, my darling. Over acting വേണ്ട. വെള്ളം വേണം. പഞ്ചസാര വേണ്ട. വൈപ്പിനിലെത്തിയ വിദേശികളെ മലയാളം പഠിപ്പിച്ച കൃഷ്ണദേവനും ആമ്രിനുമൊപ്പം ജനപ്രിയ താരം അൾത്താരയും. മമ്മി മമ്മിയെ കൊണ്ടുവന്നില്ലല്ലോ. നീ ഇപ്പൊ ഈ കുട്ടിയെ പിടിച്ചോണ്ടിരിക്കുന്ന എന്താ അവകാശത്തിലാ? അമ്മായിയമ്മയും മരുമകളും കൊമ്പുകോർക്കുന്നു കുഞ്ഞു മാളൂട്ടിക്ക് വേണ്ടി. കുട്ടിയെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. എന്റെ കുട്ടി എന്റെ അമ്മാന്ന് വിളിച്ചല്ലേ എന്റെ അടുത്ത് ഓടിയൊന്ന്. അച്ഛന്റെ സ്നേഹവാത്സല്യ തണലിൽ ശിവാനി. शुरू तुमसे खत्म तुम पे सफरनामा. നമസ്കാരം. ഫ്രൂട്ട് റൊമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അജയേട്ടാ നമസ്കാരം. സ്വാഗതം. മെന്റേഴ്സ് വെൽക്കം ഫ്രൂട്ട് റൊമാൻസ് കുട്ടിക്കലവറ. ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളെ എന്താ വിളിക്കാൻ പോകുന്നതെന്ന് അറിയോ? ചാത്തന്മാരെന്ന്. കുട്ടി ചാത്തന്മാർ. വെൽക്കം കുട്ടിക്കലവറ. കുട്ടിച്ചാത്തന്മാരിൽ ഞാൻ ഉൾപ്പെടുവോ? ചേട്ടൻ ആരുടെ കൂടെയാണ്? എന്റെ കൂടെയാണോ മെന്റേഴ്സിന്റെ കൂടെയാണോ കുട്ടികളുടെ കൂടെയാണോ? ഞാനിപ്പോ കുട്ടികളുടെ കൂടെയാ. അപ്പൊ പെടും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമി ഒരു പേര് വിളിക്കും. ഞാൻ പേരല്ല വിളിച്ചത്. ഡാഗിനി. ചേട്ടാ പേരിഷ്ടപ്പെട്ടോ? ചേട്ടാ ഞാൻ പറയണ കേക്ക്. ഇല്ല, ഞങ്ങൾ ചോദിക്കേണ്ട ഉത്തരം പറ. പേരിഷ്ടപ്പെട്ടോ? പിന്നെ നല്ല പേരല്ലേ, വളരെ നല്ല പേരല്ലേ. ഇന്നീ ഫ്ലോറിൽ വന്നപ്പോ ഇവരെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ് എല്ലാവരും. പക്ഷേ നമ്മുടെ കുഞ്ഞു കൈയൊക്കെ കെട്ടി ഭയങ്കര സ്മാർട്ടായിട്ട് ഭയങ്കര മിടുക്കനായിട്ട്, എന്താ അറിയില്ല, കുഞ്ഞു ഇന്ന് വളരെ മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്താണ് കുഞ്ഞു അതിന്റെ കാരണം നമുക്ക് കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. സ്പെഷ്യല് അമ്മ പറഞ്ഞു തന്നതാ. എന്താ അമ്മ പറഞ്ഞു തന്നു? നല്ല കുട്ടിയായിരിക്കാൻ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോട്ടെ പ്രേമിച്ചേച്ചിയോട്. പ്രേമിച്ചേച്ചിയെ കാണുമ്പോ എനിക്ക് സന്തോഷം മതിയുള്ളൂ. പ്രേമിച്ചേച്ചിയെ കാണുമ്പോഴാ കുഞ്ഞിനങ്ങ് സന്തോഷം വരുന്നത്. മാത്രം. ചേട്ടൻ ഇത് കേട്ടല്ലോ അല്ലേ? ഈ ടീമിലെ ഏറ്റവും നല്ലൊരു കുട്ടിയാണ് ഈ പറഞ്ഞത്, കേട്ടോ? നല്ലൊരു കുട്ടിയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറയാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ മമ്മൂട്ടിയാന്നാ പറഞ്ഞത്. ഞാനപ്പോ ഈ ഒരു സന്തോഷം നിലനിൽക്കുമ്പോൾ തന്നെ ഞാനൊരു ക്യാരക്ടറിനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ അൾത്താര. അൾത്താര, പ്ലീസ് വെൽക്കം. അൾത്താര,
എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല. ഒരു വിശേഷമില്ല. പ്രത്യേകിച്ച് വിശേഷം. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഈ സീരിയലില് ചെയ്യുന്ന കഥാപാത്രം എന്താണ്? ഏത് കഥാപാത്രം? നെഗറ്റീവ് റോളാണ്. ജീവിതത്തില് നെഗറ്റീവ് ആണോ? ഒട്ടുമല്ല. പോസിറ്റീവ് ആണ്. ഭയങ്കര പാവമാണ്. അങ്ങനെയൊന്നും പറയണില്ല. അത് ഞാനല്ലോ പറയണ്ടേ. ആണോ ചേച്ചി? പാവാണോ? നീയോ? അല്ലേ വലിയ കുശുമ്പൊന്നുമില്ല. ബാക്കി പിന്നെ സീരിയലിൽ എങ്ങനെയുണ്ട് ചേച്ചി? സീരിയലില് എനിക്ക് അവളെ തെറി വിളിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. തെറി വിളിക്കേണ്ട അത്രയും ഭീകര ജീവിയാണോ? അയ്യോ, ഭയങ്കര ഭീകരതയാണ്. ആൾക്കാർ ഒരു ഭീകര ജീവിയാണ്. എനിക്ക് തോന്നുന്നു ചേട്ടാ, ഇവിടെ കവിതയുണ്ട്, കവിതയുടെ അമ്മായിയമ്മയുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ചേട്ടൻ ഇനി ചോദിക്കേ, എന്താണ് വേണ്ടത്? അല്ല, എന്താ നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു സിങ്ക് എന്നാ? നിങ്ങള് അയ്യോ, ഞങ്ങൾ തമ്മിൽ ഒരു സിംഗിള്, നോൺ സിങ്ക് ആണ്. ഞങ്ങളുടെ കഥാപാത്രം നേർക്ക് നേരെ കണ്ട ഞാൻ ഇവളെ ഫയർ ചെയ്ത് ഏറ്റവും കൂടുതൽ ഇവളെ ചീത്ത വിളിക്കുന്നത് ഞാൻ അമ്മായിയമ്മയാണ്. കാരണം ആ സീരിയലിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് സത്യം, ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഇവളുടെ അടുത്ത് മാത്രം. അയ്യോ അയ്യോ മാളു, മമ്മി മോളെങ്ങനെ ഇവിടെ? എങ്ങനെ വന്നു നീ? എങ്ങനെയാണ് വന്നേ? മമ്മി എന്നെ കൊണ്ടുവന്നില്ലല്ലോ. ഇപ്പൊ ആരെ കൊണ്ടുവന്ന്? അച്ഛനാ? മോളുടെ അച്ഛമ്മ കൊണ്ട് ഇങ്ങോട്ട് വരണേ? ഇത് എന്താ? ആരാ ഇത്? ഇതെന്റെ മോളോ? ഇങ്ങനൊരു മോളുള്ള വിവരം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അതല്ല പിന്നെ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോളൊന്ന് ഇടക്കിടക്ക്. കാരണം ഇങ്ങനെ ഒരു അമ്മായിയമ്മ ഇവിടെ ഉണ്ടെന്നറിയാം. ഈ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും എന്റെ അമ്മായിയമ്മ ഇടക്കിടക്ക് അടി കൂടുന്നത്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ ഈ കുട്ടിയെ പിടിച്ചോണ്ടിരിക്കുന്ന എന്താ അവകാശത്തിലാണ്? അവകാശമൊക്കെ നമ്മൾ അവിടെ കോർട്ടിൽ വെച്ച് തീർത്ത് ഇനി എന്റെ കുട്ടിയെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. എന്റെ കുട്ടി എന്റെ അമ്മന്ന് വിളിച്ചല്ലേ എന്റെ അടുത്ത് ഓടി വന്നേ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കട്ടെ, മാളൂമ്മയ്ക്ക് ഈ അമ്മ വേണോ അല്ലെങ്കിൽ അമ്മൂമ്മ വേണോ? ആരാ വേണ്ടേ? ഇപ്പൊ പറയണം സ്പോട്ടില്. ഒന്നല്ലെങ്കിൽ അമ്മയുടെ ഒപ്പം മമ്മിയുടെ ഒപ്പം മറ്റേ ആ അങ്കിളിന്റെ കൂടെ പോയി ജീവിക്കാം, ഇല്ലെങ്കിൽ എന്താണ് അമ്മാമ്മയും അച്ഛൻ്റെയും കൂടെ മോന്റെ അച്ഛൻ്റെയും പുതിയ ലക്ഷ്മി അമ്മയുടെ കൂടെയും ജീവിക്കാം. എന്താ വേണ്ട കൊച്ചിന്? ഇനി അല്ലെങ്കിൽ കുട്ടിക്കലവറയിലെ ഞങ്ങളുടെ കൂടെ ജീവിക്കാം. ഏത് വേണം? ആരെ വേണം കൊച്ചിന്? അച്ഛമ്മയുടെ കൂടെ. അച്ഛമ്മയുടെ കൂടെ. കണ്ട അച്ഛമ്മയുടെ ചക്കര ഓടി വന്ന കൊടുത്തേക്കട്ടെ. ഇത് ഞങ്ങളുടെ കഥാപാത്രമാണ് മാത്രമാണ് കേട്ടോ. ഇനി പോയിക്കോ, ഇനി മാമി എടുത്ത് പോയിക്കോ. ശരി കേട്ടോ. എന്താ മോളുടെ പേര്? ശ്രദ്ധ. ശ്രദ്ധ. എത്രയല്ല പഠിക്കുന്നേ? സെക്കൻഡില്. അഭിനയിക്കാനൊക്കെ ഇഷ്ടാണോ? ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അജേട്ടാ, മോൾ അഭിനയിച്ച സിനിമയുടെ പേരാണ് അക്കൽ ദാമയിലെ പെണ്ണ്. അക്കൽ ധാമയിലെ പെണ്ണ്. അക്കൽ ദാമയിലെ പെണ്ണാണോ ഈ നിൽക്കുന്ന പെണ്ണ്? അക്കൽ ധാമയില് നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ആണല്ലോ. അവിടെ നിന്നാണോ വരുന്നേ? അക്കൽ ധാമയിന്നാണോ വരുന്നേ? ഈ ഉടുപ്പ് നല്ല രസമുണ്ടല്ലോ. താങ്ക് യു. ആര് വാങ്ങിച്ചു തന്നതാ? അമ്മ തയ്ച്ചതാ. അമ്മ സ്റ്റിച്ച് ചെയ്തതാണോ? മോളെ സിനിമയെ പറ്റി പറഞ്ഞ ഈ അക്കൽ ദാമയിലെ പെണ്ണിനെ കുറിച്ച് എന്താ മോള് പറയാൻ പോണേ? മോൾ അഭിനയിച്ച സിനിമയാണ്. മോൾ ആരൊക്കെ ഉണ്ട്, ആരുടെ മോളായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞില്ല ഡീറ്റെയിൽസ്. ഡാൻസർ വിനീതിന്റെ മോളും ശ്വേതാ മേനോന്റെ മോളും. ഡാൻസർ വിനീത് നമ്മുടെ കോഴിക്കോട് വിനീത്. ശ്വേതാ മേനോന്റെ മോളായിട്ടാണ് അഭിനയിച്ചത് അല്ലേ? ഇഷ്ടായോ അഭിനയിച്ചിട്ട്? സീരിയലിലെ അമ്മയാണോ നല്ലത്, സിനിമയിലെ അമ്മയാണോ? സീരിയലിലെ അമ്മ അടുത്ത് നിർത്തിയിരിക്കുക. രണ്ടമ്മമാര് സേഫ് ആയിട്ടുള്ള ഉത്തരം. ശ്രദ്ധയുടെ ഒരു പാട്ട് കേട്ടാലോ? കേൾക്കാം. കുട്ടിക്കലവറയില് മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാം തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രദ്ധ മോള് എന്തായാലും ഇവിടെ വന്നു, പാട്ട് പാടി ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. അൾത്താരയുടെ വീഡിയോ കണ്ട് തിരിച്ചു വരാം.
അൽത്താരയും ആമ്രിനും കൃഷ്ണദേവും ഒരു കറക്കത്തിലാണ്. കറക്കമെന്ന് വെച്ചാൽ ഷോപ്പിംഗ് മാളിൽ പോയി പിസയും ബർഗറും കഴിക്കുന്നതൊന്നുമല്ല. അല്പം പ്രകൃതി രമണീയമായ ഒരിടത്തേക്കാണ് അവരുടെ കറക്കം. ഹായ് നോക്ക്, നല്ല ഭംഗി. എന്റെ വീട് ഏതിന്റെ അപ്പുറത്ത്? എന്നിട്ട് ഇപ്പോഴാണ് നീ പറഞ്ഞേ ചേച്ചി ഇവിടെ വന്നിരുന്നു നേരത്തെ. നമുക്ക് ഇവരോട് സംസാരിച്ചാലോ? കുറച്ച് ഇംഗ്ലീഷ് അടിക്കാം. ഹായ് Hi. ഹായ് Hi. Hello. Namaskaram. നമസ്കാരം. Namaskaram. You know മലയാളം? Sugam. Sugamalu. സുഖം. Manoharam. Where do you live? In Bakala. വർക്കല. Okay. What's your name? My name is Philip. Philip. Your name? My name is Horst. Your good name? Margaret. Sorry? Margaret. Anandoham, 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 Anandoham. Wow, very good. And where do you come from? We are come from Flowers channel. Okay. Yeah, that shows Kutti Kalavara. And what kind of Kutti Kalavara? Kuti Kalavara? Yeah, children's show. Children's show. And what are you doing kind of program? Cooking. Cooking Yeah. for children? Yeah. That's interesting. How? And what kind of Indian dishes are you cooking? എന്തൊക്കെ ഡിഷസ് ആണ് ഉണ്ടാക്കിയത്? ദോശ ബുൾസൈ, ദോശ, you know? Yes, yeah. Porota. Yeah. What's your favorite? Dal fry also. Ice creams. Ice creams. Different kinds of ice creams. Cold or warm ice cream? Cold or warm? Cold or warm ice cream? Cold. Yeah. Very good. Cold ice cream, very good. Okay. Do you know any Malayalam words? Yes, I know Namaste. Oh, namaste. Namaste. Yeah, but he knows a lot more. Velam. Oh, വെള്ളം വേണം. Panchasara വേണ്ട. ഒന്ന് രണ്ട് 3 നാല് 4 അഞ്ച് 6 5 5 5 6 7 7 7 7 7 8 8 9 9 10 10 1 to 10. Nani. Very good. Watch Kuti Kalavara on Flowers TV. അത്യാവശ്യം തെറ്റില്ലാതെ അവർ വേഗം മലയാളം പഠിച്ചു. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ചീനവലയാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ ആ ചേട്ടനോട് ചോദിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ബാ. എന്ത് മീനാ നോക്കിയേ. കുട്ടിക്കലവറയിലെ കുക്കിംഗ് ഇപ്പോൾ കൂടുതൽ ടഫായി വരുവാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നല്ല മീൻ പിടിച്ച് കുക്കിങ്ങിൽ ഒരു ഡെമോ ക്ലാസ് നടത്താനാണ് അൽത്താരയുടെ പ്ലാൻ. ആണോ? എന്നിട്ട് യു എന്നൊക്കെ പറഞ്ഞു. ഞാനല്ല ആണോ? അത്രയും വലുതായിട്ട് ശരിയാ. ഇന്ന് 2 വാലിങ്ങനെ ഇരിക്കുന്നു. അത് തന്നെ കൊഞ്ചിന് അങ്ങനെയാണ്. ഇത് കാല്, ഇത് ഇതിന്റെ കൈയാണ്. അൽത്താര വരൂ. കുട്ടികളോട് വരൂ. അത് മറന്നുപോയോ? അൽത്താരെ മാത്രമേ വിളിച്ചതുകൊണ്ട് അൽത്താര മാത്രം വന്നു. അല്ല, മകള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മെൻഡർ നമ്മുടെ കുട്ടികളൊക്കെ അയ്യോ അങ്ങനല്ല. അജയ് ചേട്ടാ അൽത്താര വരാനല്ലേ പറഞ്ഞു? അതെ, വിളിച്ചോണ്ട് വന്നുള്ളൂ. ഇനി കുട്ടികളെ ഇപ്പൊ വേണ്ട, ചോദിക്കാൻ കാര്യമുണ്ടോ? കുട്ടികളായിട്ട് വരണ്ടേ വിളിക്കുമ്പോ? വന്നല്ലോ, ഇപ്പൊ വന്നു കഴിഞ്ഞല്ലോ. ഇപ്പൊ വന്നില്ലേ? ഇനിയിപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്?
പ്രേമി എനിക്ക് ചോദിച്ചോട്ടെ. ചേട്ടന്റെ മുഖം കണ്ടപ്പോ ആ. ചേട്ടന് സാധാരണ നമ്മള് വീഡിയോ കാണുമ്പോ ഉള്ള ഒരു എക്സ്പ്രഷൻ ഒന്നും അല്ല. അല്ല, കാരണം എന്താണെന്നറിയോ, എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ കായലും പുഴയും മീനും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക കൗതുകം, ഭയങ്കര സുഖമാണ് മനസ്സിൽ. അതെ. അപ്പോൾ നമ്മളത് ആസ്വദിച്ച് കാണും. അപ്പം നല്ല ആ വിഷ്വലൊക്കെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ചീന പോലെ അതിൽ നിന്ന് മീൻ പിടിക്കുന്നത്, അപ്പോൾ ഇവർ പോയ ആ ഒരു സ്ഥലം നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നമ്മുടെ ആ ഫോറിനേഴ്സുമായിട്ടുള്ള ഇൻട്രസ്റ്റ്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം അല്ലേ? ഇല്ല, നന്നായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫ്ലുവന്റ് അല്ല, 1, 2, 3 ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ട് ചോദിച്ചാൽ അത് 5 വരെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോ പിന്നെ ബാക്കി കൂടെ പറയിപ്പിക്കാന്ന് വിചാരിച്ചു. ഇതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ മലയാളികൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതായത് ഫോറിനേഴ്സിനെ പഠിപ്പിക്കും, പക്ഷെ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് അവരിവിടെ വന്ന് എണ്ണം പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? പറ്റിക്കലിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പഞ്ചസാര വേണ്ട എന്നൊക്കെ പറഞ്ഞു പുള്ളി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ എൽത്താരായും കുട്ടികളും അവരായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോ. അജയേട്ടാ, നമ്മുടെ ക്വസ്റ്റ്യന്റെ ടൈമായി. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും അല്ലെ നിങ്ങളിൽ ഒരാൾക്കും ആരെയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആരെയും ഓരോ ജീവിയാക്കാൻ പറ്റും. പട്ടണത്തിൽ ഭൂതം സിനിമയിലെ ഭൂതം എന്നെ പട്ടിയാക്കിയില്ലേ? പട്ടിയാക്കിയല്ലോ എന്നെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഏത് ജീവിയാക്കി മാറ്റും? പൂച്ച. പൂച്ച. ഈ തട്ടകിട്ട പൂച്ചയോ? ഇങ്ങനെ ഈ വേഷം ഇട്ടിട്ട് പൂച്ചയാക്കി മാറ്റും അല്ലേ? ഓക്കെ, കൃഷ്ണന്റെ അമ്മ എന്താക്കി മാറ്റും? എലി. അതെന്താ, ടോമാഞ്ചെറി കളിക്കാനാണോ? പ്രേമിച്ചേച്ചി ഏത് ജീവിയാണ്? ഒരു മിനിറ്റ്. സിംഹവാലൻ. ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ? അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ പറയൂ. നമ്മുടെ അൽസാബിത്ത്. ഷോ, ഒരു ക്ലാപ്പ് കൊടുക്കും അൽസാബിത്തിന്. അൽസാബിത്ത് എന്നെ എന്താക്കും? ഷോ, അങ്കിളിനെയാ? പട്ടണത്തെ ഭൂതത്തിലെ ഡാഷ് പട്ടി. എടാ, എന്തായാലും പട്ടിയാണലാക്കുമ്പോ ഇച്ചിരി പൊക്കമുള്ള പട്ടിയാക്കി കൂടായിരുന്നു. അല്ല, ജർമ്മൻ ഷെപ്പേഡോ? അല്ല, ഡാഷ് പട്ടിക്ക് നല്ല നീളമുണ്ട്. ആണോ? നാക്കിനാണോ? അല്ല, ദേഹത്തിന് ഭയങ്കര നീളമോ. ഓ, പക്ഷെ നല്ല പട്ടി കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക്സ്, ഞാൻ ഏറ്റെടുത്തു. കൃഷ്ണദേവ് തുടങ്ങുമല്ലേ? റെഡി? റെഡി? റെഡി. പാട്ടുപുണ്ണ കട്ട് കട്ട് തോതാ